നമ്മൾ ഇന്നുള്ളത് ഈരാറ്റിൻപുറത്താണ്. ഈരാറ്റിൻപുറം അരീപ്പുറത്തിൻ്റെ അടുത്ത് അടിപൊളി കറങ്ങാൻ പറ്റിയ സ്പോട്ടും ഇതും കൂടെയാണ് നമ്മളെ ഈരാറ്റിൻപുറം. നടക്കുന്നത് ഗൂഗിൾ മാപ്പ് ഈരാറ്റിൻപുറം ഒരു ലവ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈരാറ്റിൻപുറത്തിൻ്റെ അതിലും ഒരു സ്പെഷ്യൽ മതിലാണ്. സിമെൻറ്റ് കൊണ്ട് കെട്ടാതെ നമ്മളെ ഗ്രില്ലിൽ കല്ലൊക്കെ അടുക്കി വെച്ച പോലത്തെ ഒരു മതിലാണ് ഇവിടെ ഫുള്ളും ഉള്ളത്. ഇവിടെയും ആ ഭാഗത്ത് ഫുള്ളും ഇതവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി വരുന്ന നമ്മളെ ബൈക്ക് പാർക്കിൻ്റെ സ്ഥലവും ഇത് കൊള്ളാം കേട്ടോ. ഒരു സെൻറ്റർ പോയിൻ്റ് തന്നെ ഒരു ബാമ്പൂവിൻ്റെ ഒരു വലിയ സെറ്റപ്പ് നട്ടിരിക്കുന്ന ആ സംഭവം കൊള്ളാം. ഇവിടെ ഏകദേശം പണി തീർന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാർ ഇത്രയ്ക്ക് അട്രാക്റ്റായി വരാത്തത്. പിന്നെ ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് അവിടെയുണ്ട് ഇരിക്കേണ്ട സ്പേസും മുകളിൽ ഷെയ്ഡും ഉണ്ട്. അതുപോലെ ഈ സൈഡും അതേപോലെ സ്പേസ് ഉണ്ട്. ഇരുന്നുണ്ട് നമുക്ക് സുഖമായിട്ട് മറക്കെ ഉണ്ട്, നമുക്ക് ടൈം പാസ് ചെയ്യാം. മഴ വൈകിട്ടൊക്കെ ഇവിടെ വന്ന ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നത് ആ ഒരു സൈഡിൽ നിന്നാണ്. നമ്മളിതാ ഈ ഇടവഴി കൂടെ നടന്നു പോകുമ്പം അടിപൊളി സംഭവം കാണാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി സൗണ്ടൊക്കെയാണ്. നമ്മൾ ആറ്റിൻ്റെ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. ഇതവിടെ നമ്മൾ നടന്നു വന്നത്. ഇവിടെ നടന്നു വന്ന് ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. മുളക്കമ്പോടെ നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി താഴോട്ട് ഇറങ്ങിപ്പോവാം. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ ഇടവഴി കൂടെ നടന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. സെറ്റ് അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയാണ് വന്നത്. അവിടെ കൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിവിടെയൊക്കെ കാണാൻ എന്ത് പൊളിയാണെന്നറിയാമോ? അടിപൊളിയല്ലേ? ഇവിടെ ഇറങ്ങി ചാടിക്കേറി എത്തി. ഓ സെറ്റ്. നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെയൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വരാൻ പറ്റും. നമ്മൾ ശരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പറഞ്ഞത്, ഇത്ര അടുത്ത് ഉണ്ടായിട്ട് പോലും. എങ്കിലും അടിപൊളിയാണ് ഈ ഒരു ഏരിയ. നല്ലൊരു സ്ഥലമുള്ള കേസ് ആർക്കും അറിഞ്ഞൂടാ. അറിയായിരിക്കടാ, പക്ഷെ ആൾക്കാർ വരില്ലേ. നമുക്കത് അങ്ങോട്ടും കൂടെ ഒന്ന് എൻ്റെ അടി കൂടെ പോയിട്ട് നോക്കിയിട്ട് വരാം. ഇതേ സെറ്റ്. ജസ്റ്റ് ഒരു ഇക്കോ റിവർ വ്യൂ പോയിൻ്റ് ആണ്. അപ്പുറത്താണെങ്കിൽ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് വന്നത് പെരുമ്പറുതൂരാണ്. പെരുമ്പറുതൂർ നിന്ന് ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 3.8 കിലോമീറ്റർ 4 കിലോമീറ്റർ അടുപ്പിച്ച് ഉണ്ട് നമ്മളൊരു ഈരാറ്റിൻപുറം എന്ന സ്ഥലം. ഇത് ജിഷ്ണുവിനെ പോലെ ഇവിടെ വന്ന് വെറുതെ കിടക്കാം, ഇങ്ങനെ ചില്ല് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ പോലെ ഇവിടെ ഒന്ന് ഇരിക്കുക. ചെറുതായ സൗണ്ട് കേട്ട് പേടിച്ചായിരുന്നു. ഈ മുളകൾ അങ്ങോട്ട് തട്ടുമ്പോഴേ ടക്ക ശബ്ദം. ഞാൻ എന്തോ തലേ കൂടെ ഇപ്പം വീഴുവന്ന്. സ്ഥലം അടിപൊളിയാണ്. പിന്നെ കപ്പിൾ ഫ്രണ്ട്ലിയാണ്. അതിന് കപ്പിൾസിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാൻ പറ്റും. അയ്യോ വാടാ ജിഷ്ണു. മഴ പെയ്താൽ ഇവിടെ ഭയങ്കര ചെറുക്കലായിരിക്കും. നമ്മളെ മുളയുടെ ഇലയില്ലേ, എല്ലാം ഫുള്ള് അല്ലാതെ സ്ലിപ്പാണ്. ഇവിടെ മഴയത്ത് വന്നാൽ കുറച്ചും കൂടി സ്ലിപ്പാണ്. ജിഷ്ണുവിനൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മംഗലം സ്ട്രീറ്റ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്ക് ടാറ്റ ബൈ ബൈ. ഇനി നമ്മൾ പോട്ടെ, അടുത്ത സ്പോട്ടിൽ പോട്ടെ. അയ്യോ ചെറുക്കലുണ്ടടാ, ചെറുക്കലുണ്ട്.